പ്രജിത, ഈ ചോറ്റാനിക്കരയിലെ ആ കുട്ടി അതിജീവിത മരണപ്പെട്ടു. കാര്യം ഒരു 6 ദിവസമായി വെന്റിലേറ്ററിലാണ്. ബ്രെയിൻ ഡെത്ത് എന്നാണ് പറയുന്നത്. അതിക്രൂരമായിരുന്നു ആ കുട്ടി ഏറ്റ പീഡനം. അപ്പോൾ ഇവനൊക്കെ മനുഷ്യനല്ലേ എന്നൊരു ചോദ്യം നമുക്കറിയാതെ ഉണ്ടായി പോവുകയാണ്. അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അവൻ മനുഷ്യനല്ല, അവൻ വെറും മൃഗമാണ്. ഒരുപക്ഷെ മൃഗങ്ങൾക്ക് പോലും ഇത്രയേറെ ഇതുണ്ടാവില്ല, ക്രൂരത കാണിക്കില്ല. അവന് സംശയം തോന്നിയ ഒരൊറ്റ കാരണത്തിൽ നിന്നാണ് അന്നത്തെ ദിവസം ഈ കൊലപാതകത്തിന് സമാനമായ അല്ലേ, ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തുമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം നൽകിയ ഏതൊക്കെയോ ചാനലുകൾക്ക് നൽകുമ്പോൾ അവർ പറയുന്നുണ്ട്, മക്കളെ 2 ദിവസം അതിൽ കൂടുതൽ അവൾ പോകുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അത്രയും മാരകമായ രീതിയിൽ അവൾ മുറിവേറ്റിട്ടുണ്ട്. ചുറ്റിക കൊണ്ട് അടിച്ചു, ലങ്സിനും തലയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട്. അതായത് ഈ സ്ത്രീയെ, അതെ, ഈ അമ്മ ഇവളെ ഈ കുട്ടീനെ സ്കാനിങ്ങിന് കൊണ്ടുവരുന്ന സമയത്ത് ഒരു നോക്ക് കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് അതിന്റെ ഒരു അവസ്ഥ മനസ്സിലാവുന്നത്. അപ്പൊ തന്നെ അമ്മ റിയലൈസ് ചെയ്യാണ്, ഇത്രയും നാളും വളർത്തിക്കൊണ്ട് വന്നതല്ലേ, അതിന്റെ ഒരു ഡെപ്ത് അമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. വളരെ എന്താ പറയാ, മനസ്സിന് വിഷമം തോന്നുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ചില സ്ഥലത്തെങ്കിലും നമ്മൾ പോലീസിനെ കുറ്റപ്പെടുത്തി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇപ്പോൾ ഈ 20 പേര്, ആ വീടിന് സമീപത്തുള്ള 20ഓളം പേര് വീട്ടുകാര് ഇവിടെ ചെന്നിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. നാട്ടുകാര് ശല്യമാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ചിട്ട് വനിതാ CPOമാര് 2-3 വനിതാ CPOമാര് വന്നിട്ട് അവിടെ ഈ പെൺകുട്ടിയോട് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക, അവർക്ക് സ്വാഭാവികമായും പോലീസുകാർ അന്വേഷിക്കുമല്ലോ ചേട്ടാ, ഈ ചുറ്റുവട്ടത്തുള്ളതും ഈ പെൺകുട്ടിയുടെ കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കണം. അപ്പോൾ ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് എന്ന് സ്വാഭാവികമായും അവർ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസിന് അറിയാം, അവർക്കുള്ളതല്ലേ. ആ ബസ് ഡ്രൈവർ, മറ്റേ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറും കിളിയും എന്തോ അതും ഫോഴ്സ്ഫുള്ളി എന്നൊക്കെയാ പറയുന്നത്. അതെ, ഫോഴ്സ്ഫുള്ളി. അപ്പൊ അത്രയും ഇവർക്ക് അറിഞ്ഞിട്ടും രണ്ടാമതും ഒരു കാര്യം, അവിടെ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്നു, അത് അന്വേഷിക്കണമെന്നാണ് ഇവർ പരാതി കൊടുത്തത് പോലും. എന്നിട്ടും വെറുതെ വന്ന് സംസാരിച്ചു പോകുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. സംസാരിച്ചു പോകുക എന്ന് പറഞ്ഞാലേ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടായ കുട്ടി, ഇപ്പൊ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര പ്രയാസം ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയെ ഫോഴ്സ്ഫുള്ളി 2 വ്യക്തികൾ, അതും ഒരു 17കാരി, ആ കുട്ടി 17 വയസ്സോ +2 പഠിക്കുമ്പോൾ, അല്ല അതൊക്കെ. അപ്പൊ നമ്മുടെ ലോകം ഇത്, നമ്മൾ ശരിക്കും നമ്മൾ കേരളത്തിലാണോ അതേ ഇനി വല്ല UP ആണോ? ഇത് UPക്ക് തുല്യമായിട്ടാണല്ലോ ഇവിടെ ഓരോ സംഭവം. UP എനിക്ക് ചോദിക്കുന്നത് ചേട്ടാ, UPയിൽ അല്ല, ഉത്തരേന്ത്യയെ നോക്കി നമ്മളെ എന്നും കൊഞ്ഞനം കുത്തി കാണിക്കും. പക്ഷേ ഉത്തരേന്ത്യയിൽ നടക്കുന്നതിന്റെ 10 മടങ്ങ് കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഏതൊരു ഭരണകക്ഷിയായാലും ഏതൊരു പാർട്ടി ഭരിക്കുമ്പോഴായാലും അത് പലപ്പോഴും കേരളത്തിലായതുകൊണ്ട് തന്നെ മൂടി വയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. നോക്കൂ, ഈ ഒരു 10 വർഷത്തിനിടെ, ഈ കഴിഞ്ഞു പോകുന്ന ഒരു 10 വർഷത്തിനിടെ ഇത്തരത്തിലുള്ള നിരവധി കേസുകളാണ് വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ, ഈ മാസം ആദ്യം മുതൽ ഈ മാസം അവസാനമാണിന്ന്, ഈ മാസം അവസാനം വരെ നമ്മൾ കേട്ടിട്ടുള്ളത് ദുരന്തങ്ങളും ദുരനുഭവങ്ങളും മാത്രമാണ്. കഴിഞ്ഞ ഒരു 10 ദിവസമായി അടുപ്പിച്ച് ഇതൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോഴേ എനിക്ക് ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത എന്ന് പറയണോ, അതോ പോലീസ് സംവിധാനങ്ങളുടെ നിഷ്ക്രിയത എന്ന് പറയണോ, ഒരു പെൺകുട്ടിയുടെ ജീവൻ അങ്ങ് അറ്റുപോയി കയ്യിൽ നിന്ന് 6 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ആ മനുഷ്യൻ ഒരു പക്ഷെ അന്ന് കണ്ടില്ലായിരുന്നു, ആരാണോ അവളെ കണ്ടെത്തി. അവിടെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചി, അവരുടെ ഒരു അകന്ന ബന്ധു വന്ന് നോക്കുമ്പോഴാണ് സോഫയിൽ ഈ കുട്ടി ഇങ്ങനെ കിടക്കുന്ന കാണുന്നത്. അതായത് ഇതിൽ ഏറ്റവും ഇതായിട്ട് തോന്നിയത്, ഇവൻ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്നത് ചുറ്റിക കൊണ്ട് തലക്കടിക്കുന്നു. പിന്നെ എന്തിനാ അവസാനം നീ മരിക്കണമെങ്കിൽ മരിച്ചോ എന്ന് പറയും, ചത്തോ എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ തല്ലുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ മൃഗീയമായിട്ട് തല്ലാൻ കഴിയുമോ? അതും ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീ ശരീരമാണ്. അതുപോലെ തന്നെ ചേട്ടാ, പോലീസ് പറയുന്നുണ്ട് ലഹരിക്ക് അടിമയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് അവൻ, ഈ പറയുന്ന പ്രതി, ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ സ്വബോധത്തോടു കൂടിയാണ്. ഒരുപക്ഷെ ലഹരി ഉപയോഗിച്ച് സ്വബോധം എന്നുള്ള ഒരു കാര്യം ഈ പ്രതിക്കുണ്ടോ എന്നുള്ളത് സംശയം. എന്നാലും ഒരു മനുഷ്യനെ ഇത്രയൊക്കെ, അതും ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്, അതിനെ ഇത്രയും ക്രൂരമായി തല്ലുക. എന്നിട്ട് ഇവൻ ഈ കുട്ടി മുറിവ് പറ്റി ചോര വാർന്നൊലിക്കുന്ന ആ കുട്ടിക്കൊപ്പം
അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടാണ് ഇവൻ വെളുപ്പം കാലത്ത് നേരം വെളുക്കാറാകുമ്പോഴത്തേക്കാണ് ഇവൻ പിറകിൽ ഡോർ വഴി ഇവൻ രക്ഷപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ഈ കുട്ടി തൂങ്ങിച്ചാകാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഇവൻ പറയുന്നത് മരിച്ചു എന്ന് തോന്നിയപ്പോ കളഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അല്ല, എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, ഇന്നത്തെ ഈ ചെറുപ്പക്കാർക്കൊക്കെ എന്ത് പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാര്യം ഈ പിടിച്ചിരിക്കുന്ന ആ ചെക്കന് 21 വയസ്സോ 23 വയസ്സോ എങ്ങോട്ടൊക്കെയാണ്. അപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല അത്ര ക്രൂരമായൊരു മൈൻഡ് ഈ ചെറുപ്പക്കാർക്ക് ആയിപ്പോയോ. അവർക്ക് ഈ പറയുന്ന പോലെ എന്താണ്, അവർക്ക് വേറെ മൃദുലമായിട്ടുള്ള സ്നേഹം, ദയ, വായ്പ് ഇങ്ങനെയൊക്കെയുള്ള ഞാൻ പറഞ്ഞില്ലേ, സെക്സ് അല്ലെങ്കിൽ വയലൻസ് എന്നുള്ളത് മാത്രമായിട്ട് അതൊരു ലഹരിയായി മാറി. സെക്സ്, വയലൻസ് അല്ലെങ്കിൽ ലഹരി അല്ല, ഇത് രണ്ടും ഒരു ലഹരിയായി മാറിയിട്ടുണ്ട് ഇവർക്ക്. മറ്റ് സിന്തറ്റിക് അല്ലാത്ത ലഹരികൾക്കൊപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടി ലഹരിയായി മാറിയിട്ടുണ്ട്. കാണുന്നത് മുഴുവൻ അങ്ങനെയാണ്. നമുക്കിത് ഒന്നിനെയും പറയാൻ പറ്റില്ല. ലോകം പോകുന്ന പോക്കെന്നൊക്കെ പറഞ്ഞ് താടിക്ക് കൈ കൊടുക്കാന്നല്ലാതെ ഇതിനൊക്കെ പരിഹാരം എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അമേരിക്കയിൽ അങ്ങനെ നടന്നു, ഉത്തരേന്ത്യയിൽ അങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു. നമ്മുടെ നാട്ടിൽ പ്രബുദ്ധ കേരളം, ഇതാണോ പ്രബുദ്ധ കേരളം എന്നുള്ളത് സംശയമാണ്. ഇങ്ങനെയാണോ ഒരു അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടത് എന്നുള്ളതും സംശയമാണ്. ഒരു ഘട്ടം വരെ നമുക്ക് ഭരണാധികാരികളെ കുറ്റം പറയാം, ഭരണ സംവിധാനങ്ങളെ കുറ്റം പറയാം. അതുപോലെ തന്നെയല്ലേ ചേട്ടാ ഞാൻ ചോദിക്കുന്നത്, വീടുകളിൽ നിന്നും ഒരു സാക്ഷരത, എല്ലാ കാര്യങ്ങളിലും ലൈംഗികത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സാക്ഷരത ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓരോ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യം കണ്ടു. ആ പരസ്യം എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഉള്ളിൽ തട്ടി. കാരണം ഒരു പെൺകുട്ടി ഒരു പാർക്കിലേക്ക് ഓടി വന്ന് വളരെ ആശങ്കാകുലയായിട്ട് ഇരിക്കുകയാണ്. അവൾ കരയാൻ ഇപ്പം കരയും എന്നുള്ള രീതിയിലിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, ഒരു 18 ആ ഒരു ഏജിന് തോന്നിക്കുന്ന ഒരു പയ്യൻ വന്നിട്ട് ഇവളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ പറയും, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു സ്ത്രീക്കോ മറ്റോ അങ്ങനെ ആർക്കെങ്കിലും പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് തോന്നുകയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കുറച്ചു നേരം നിന്നിട്ട് ഈ പയ്യൻ അങ്ങ് നടന്നു പോവുകയാണ്. അത് കഴിയുമ്പോഴേക്കും മറ്റു 2 പയ്യന്മാർ വരുന്നു, ഈ പെൺകുട്ടിയെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ സ്കേർട്ടിൽ എന്താ പറയാ, ഇവൾ പീരീഡ്സ് ആയതുകൊണ്ട് കറ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവള് ബാഗ് പൊടുന്നതിന് ഇവർ കളിയാക്കാൻ തുടങ്ങിയതോടുകൂടി ഈ ബാഗ് എടുത്തുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ ഇവളുടെ പുറകെ ഓടിയിട്ട് ഇവർ കളിയാക്കാനും ടീസ് ചെയ്യാനും ശ്രമിക്കുകയാണ്. ഇതിനെ ടീസിങ് എന്ന് പറയാൻ പറ്റുമോന്നൊന്നും അറിയില്ല, അതിനപ്പുറമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഓടി ഒരു മറവിൽ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ ഈ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരൻ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ വീണ്ടും കൊടുക്കുകയാണ്. ഇവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നമുക്ക് ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞ് വളരെ കാമൻ ക്വയറ്റായിട്ട് കൈ കൊടുക്കുന്നു. എന്നിട്ട് അവളോട് പറയണേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ പറഞ്ഞോ, വീട്ടിൽ കൊണ്ട് ആക്കി തരണോ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഈ കുട്ടിയും കുറച്ച് കാം ഡൗൺ ആയിട്ട് ഇവള് പറയാണ്. അപ്പോൾ പറയാണ്, എനിക്ക് പീരീഡ്സ് ആയി, അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് പീരീഡ്സ് ആണോ? അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഇങ്ങനെ എന്താ ആരും അറിയരുത്, അത് ഭയങ്കര മോശമാണെന്നുള്ള രീതിയിൽ ആ കുട്ടിയെ പറയാണ്. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു കൊടുക്കണം, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ സഹോദരിയുണ്ട്, ഇവർക്കൊക്കെ ഇതുണ്ട്, എല്ലാ സ്ത്രീകൾക്കും ഇതുണ്ട്, ഇതൊരു പ്രശ്നമേ അല്ല. നിനക്ക് ഇതായിരുന്നോ പ്രശ്നം, അതിന് മാറ്റാനാണോ പ്രശ്നം, എന്താ ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ച് അവളെ വളരെ കാമൻ ക്വയറ്റാക്കിയിട്ട് അവൻ്റെ കയ്യിലുള്ള ഒരു ക്ലോത്ത് കൊടുക്കുന്നു. അവൾക്ക് മറച്ചു പിടിച്ചു പോകണ ഈ കുട്ടിയുടെ ജാക്കറ്റ് കൊടുക്കുന്നു. ഈ ജാക്കറ്റും കൊടുത്തിട്ട് ഇവൾ ഈ അരക്ക് ഇത് കെട്ടിയിട്ട് അവിടെ വാഷ്റൂം ഉണ്ട്, നീ പോയിട്ട് വന്നോ എന്ന് പറഞ്ഞ് ഇവർ 2 പേരും കൂടെ തിരിച്ചു വരുമ്പോൾ മറ്റേ പയ്യന്മാർ വന്നിട്ട് ടീസ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പയ്യൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളുണ്ട്, നിങ്ങൾക്ക് അമ്മയുണ്ടാവും, അനിയത്തി ഉണ്ടാവും, ചേച്ചിയും ഉണ്ടാവും, ഇനി നിങ്ങൾക്ക് ഭാര്യമാർ വരും, എല്ലാവരും വരും, ഇവർക്കെല്ലാവർക്കും ഇതുണ്ട്, ഇത് സ്ത്രീകൾക്കുള്ളതാണ്, ഇതിനെ ഇത്തരത്തിലല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, ഇതൊന്നും നിങ്ങളുടെ വീടുകളിൽ പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചില പരസ്യങ്ങൾ എനിക്കത് തട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പറയാൻ ഇപ്പോഴും പലപ്പോഴും മടി കാണിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ കണ്ടത് ആ വീട്ടിൽ നിന്ന് ആ പയ്യനോട് കൃത്യമായി ഒരു പക്ഷേ സഹോദരിക്ക് ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. ഒരു അവബോധം വീട്ടിൽ നിന്ന് ഉണ്ടായി
ഉണ്ടാകണം. ആ ഒരു പരസ്യമാണ് ചേട്ടാ. പക്ഷെ ആ പരസ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അല്ല, ഇത് പറയുന്ന പോലെ ശരിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇതൊരു ഭയങ്കര അങ്ങനെ ഇങ്ങനെ വീടിന് പുറത്തിരുത്തുക, 4 ദിവസം വീടിന് പുറത്തായിരിക്കുക, അങ്ങനെയൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന പോലെ അച്ഛനറിയാം മകൾക്ക് വയ്യ എന്നുള്ള കാര്യം, അച്ഛനറിയാം. ഇങ്ങനെ ഒരു പീരീഡ്സ് ടൈം ആണെന്നറിയാം, അമ്മയോട് മകൾ പറയാറുണ്ട്, സഹോദരൻ. അത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ പടിപടിയായിട്ട് കാര്യങ്ങൾ. ഒന്ന്, ലൈംഗിക വിദ്യാഭ്യാസം തീർച്ചയായിട്ടും കൊടുക്കേണ്ട ഒരു ആവശ്യം. ഈ ഫോണിലൂടെയും മറ്റും ഇവർ കണ്ടെത്തുന്ന വഴികൾ ശരിയായ രീതിയിലേക്കാണ് എന്ന് തോന്നുന്നില്ല. നമ്മൾ എപ്പോഴും പറയുമ്പോൾ കുറ്റം പറയുമെങ്കിലും ചില കാര്യങ്ങൾക്കൊക്കെ ഫോൺ ഉപയോഗിക്കുന്നതും യൂട്യൂബ് ഉപയോഗിക്കുന്നതും എല്ലാം ഉപയോഗിക്കുന്നത് നല്ലതാണ്. എല്ലാത്തിനും ഒരു നല്ല വശമുണ്ട്, എല്ലാത്തിനും ഒരു മോശം വശമുണ്ട്. നമുക്ക് ഏത് വശം വേണമെന്ന് ചിന്തിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ പരസ്യം പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചതും ഇത്തരത്തിൽ തന്നെ ഓരോ വീടുകളിൽ നിന്നും നമ്മൾ പെൺകുട്ടികളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികൾക്ക് കൂടി ഈ ചില കാര്യങ്ങളിലൊക്കെ അവബോധം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡോക്ടർ മേരി ജോർജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്ന ഒരു മാഡം ഉണ്ട്. നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മൾ ടോപ്പിക്ക് പറഞ്ഞ് വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ മാഡം എന്നോട് പറഞ്ഞ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കരാട്ടെ തുടങ്ങിയിട്ടുള്ള പ്രതിരോധമൊക്കെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. കാര്യം ഇപ്പം നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഇപ്പം ഈ ചെറുപ്പക്കാരൻ തല്ലി തിരിച്ച് അവനിട്ടൊരു നല്ല തല്ല് കൊടുക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവൻ പിന്നെ തല്ലില്ല. സത്യത്തിൽ അതും കൂടെയൊക്കെ ആലോചിക്കണം. കാര്യം പഠിപ്പിക്കുന്ന കരിക്കുലം ഉണ്ടല്ലോ, നമ്മൾ പഠിപ്പിക്കുന്ന പാഠ്യവിഷയങ്ങളുണ്ടല്ലോ, അതിൽ ഇത്ര വയസ്സുള്ള കുട്ടികൾക്ക് അഭ്യാസം പഠിപ്പിക്കണമെന്ന് കൂടെ ഒന്നും പറഞ്ഞു നോക്കട്ടെ. ഈ സ്കൂൾ തലത്തിൽ അത് ഉണ്ടാവണം. സ്കൂൾ തലത്തിലോ നമുക്ക് വീടുകളിൽ നിന്നോ കൂടി വരാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അവിടെ സ്ത്രീക്ക് പ്രതിരോധിക്കാനുള്ള ശക്തി കിട്ടും എന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കുന്നു. ഒന്ന് മെന്റലി ഉള്ള കരുത്ത്, 2 ശാരീരികമായ കരുത്ത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ ഒരു കരുത്ത് നേടിയത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒരു അവബോധം ഈ ഓരോ കാര്യത്തിലും നമ്മൾ പറയുന്നത് ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടെ കൊടുക്കേണ്ടത് അത്യാവശ്യമല്ലേ. ആൺകുട്ടികളെ തിരുത്തിക്കൂടെ? ആൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ സദാചാരം പിന്നെ അങ്ങനെ ഇടപെടുന്നു, ഇങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞത് ഇവരതിനെ മിസ്യൂസ് ചെയ്ത് തുടങ്ങി. കാര്യം ഈ കേരളത്തിൽ ഒരു ആണും പെണ്ണും നിന്ന് സംസാരിച്ചാൽ ഉടനെ സദാചാരവാദികൾ വരുന്നു, അവരെ അത് ഇൻ്റർഫെയർ ചെയ്യുന്നു, അവരെ അതിന് പറ്റിക്കുന്നില്ല, അവരെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. സദാചാരവാദികൾ ഇടപെടുന്നില്ല എന്ന് പറയുന്നതിന് ഇവർ മിസ്യൂസ് ചെയ്തു. ഈ ചെക്കൻ ഇപ്പോൾ അവിടെ വന്നു, അവിടെയുള്ള ആൾക്കാർ ഇത് ഇടപെട്ടു, അത് ഉടനെ സദാചാരവാദികളായി. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ കൺമുന്നിൽ തന്നെ ഈ എറണാകുളം ജില്ലയിൽ നമ്മൾ കാണുകൊണ്ട് എന്തെല്ലാം ചേഷ്ടകളാണ് പല ഇടങ്ങളിൽ നടക്കുന്നത്. ആ ദേശത്തുള്ളവരത് ഇടപെടാൻ പലരും കണ്ടിട്ട് പല പാർക്കുകളിൽ പല വാക്ക്വേകളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികളടക്കം ഇത്തരം പ്രവർത്തനങ്ങളിലാണ്. അത് പാർക്കുകളിലെന്ന് പറയാം. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊക്കെ താമസിക്കുന്ന ഇടങ്ങളിൽ തന്നെ പലയിടങ്ങളിലും ഈ പറയുന്ന സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, അവിടെങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന പല ഇരുട്ടിൻ്റെ മറവിലൊക്കെ ഹോസ്റ്റലിന് സമീപത്ത് അല്ലെങ്കിൽ താമസിക്കുന്നിടത്ത് ഈ പറയുന്ന കാമുകൻ വന്നിരിക്കുന്നു. ഒരു കൈ മാത്രം വീശിയാൽ ശബ്ദം ഉണ്ടാകില്ല, 2 കൈയും ചേർത്താലേ സൗണ്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് അവർക്ക് കിട്ടുന്ന ഇപ്പോൾ പല ജില്ലകളിൽ നിന്നും പെൺകുട്ടികളോട് പഠിക്കാൻ വരുന്നുണ്ട്, ഈ പല ജില്ലകളിലും പോകുന്നുണ്ട്. കിട്ടുന്ന സ്വാതന്ത്ര്യം മാക്സിമം അവരങ്ങ് യൂട്ടിലൈസ് ചെയ്യാണ്. അതിലൊക്കെ പറ്റുന്ന തെറ്റുകളും ഉണ്ട് എന്ന് തന്നെ ഒരു വശം ഒരു പരിധി വരെ. പക്ഷേ താൻ എന്തിനാണ് വന്നത്, തനിക്ക് പഠിക്കാനുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടികൾ ഒരു 60% ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. കാര്യം നമ്മളൊക്കെ നമ്മുടെ കുട്ടികളും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഭാവിയിൽ പ്രതിയുടെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ളത് ചേട്ടൻ പറഞ്ഞു വന്നത് സദാചാരവാദികൾ ഇടപെട്ടു എന്നതിന്റെ പേരിൽ അങ്ങനെ കാണാൻ അരുതാത്ത കാര്യങ്ങൾ അവർക്ക് ഏതാണെന്ന് ഇവർ നല്ല വ്യക്തികളാണോ അല്ലെങ്കിൽ ഇവർ കെട്ട വ്യക്തികളാണോ, അല്ല നല്ലതും കെട്ടതും എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ നമ്മളെ ഇപ്പോൾ വന്ന് തെറി വിളിക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഒരു കിട്ടുന്ന സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്തിട്ട് സദാചാരവാദികൾ ഇടപെടുന്നു, സദാചാര പോലീസ് ഇടപെടുന്നു സംസാരിക്കുന്നതിന്. അതിനെ ഉടൻ തന്നെ ഇവിടുത്തെ സ്ത്രീപക്ഷക്കാര് പിന്നെ ഇടപെടുന്നു. എന്തൊക്കെയായാലും ഇവർക്ക് ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തതിൻ്റെ ഫലം തന്നെയാണ് ഈ 19 വയസ്സുകാരി കുട്ടിയുടെ മരണമെന്ന് എനിക്ക് അതിൻ്റെ ഒരു വശത്തൂടെ പറയാനുള്ളൂ. അതിനെ അവർ മിസ്യൂസ് ചെയ്തു. കാര്യം ഇങ്ങനെ കൊടുക്കുന്ന ഇപ്പോൾ ടീനേജുകാർക്കായിരുന്നാലും മറ്റുള്ളവർക്കായിരുന്നാലും ഈ പറയുന്ന സദാചാരവാദികൾ, ഞാൻ ചോദിക്കട്ടെ, ടീനേജുകാരല്ലാതെ ഒരു 35കാരിയും ഒരു 45കാരനും അല്ലെങ്കിൽ പോട്ടെ ഒരു 40കാരനും ഇതേപോലെ ഏതെങ്കിലും ഒരു ഓപ്പണായ സ്ഥലത്തിൽ നിന്ന് പ്രക്രിയകൾ അവർ കാണിക്കില്ല. അത് ഉറപ്പാണ്.
അപ്പോൾ സദാചാര പ്രക്രിയകൾ കാണിക്കുന്നത് ഈ ടീനേജ് കാലഘട്ടവും ഒരു 24 വയസ്സ് കൗമാരവും കഴിഞ്ഞ് ഒക്കെ അങ്ങനെ ഒരു ടൈമിലാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന രീതിയിൽ പറയുമ്പോൾ അതിന് ഇവർ മിസ്യൂസ് ചെയ്യുകയാണ്. ഇവർ തന്നെ പച്ചമലയാളത്തിൽ പറയുമ്പോൾ അതിന് അവർ എന്താ പറയുക, ഞങ്ങളെ തിരുവനന്തപുരം ഭാഷയിൽ ഏളുതം എടുക്കുക എന്ന് പറയുക, അതിനെ അങ്ങനെ അങ്ങ് എടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ സദാചാരവാദികളാണ്, നമ്മൾ തല്ലാൻ വന്നു, അതാണ് ഇതാണ്, അത് വാർത്തയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ വന്നിട്ട് ഒരു മെഴുകുതിരി കത്തിക്കലോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ ഒരു അനുശോചനവും രേഖപ്പെടുത്തി കൊണ്ട് പോകുന്നതിൽ അവസാനിക്കുന്നതല്ല ഈ പ്രശ്നങ്ങളൊന്നും. എനിക്ക് തോന്നുന്നത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെ എന്താ പറയാ അഭ്യാസം പഠിപ്പിക്കുക, അവരുടെ പാഠ്യവിഷയങ്ങളിൽ സ്കൂൾ തലത്തിൽ അല്ല. ആ മാഡം പറഞ്ഞതാണ്. മാഡം ഒരു ചർച്ചയിൽ ഞാൻ ഒരിക്കൽ ഇതേപോലെ പത്തനംതിട്ടയിലെ ഒരു കുട്ടിയെ 17 18 ഏതാണ്ട് 60-50 പേരൊക്കെ അതൊക്കെ കേട്ട് ഞെട്ടിപ്പോയി നമ്മൾ. അത്രയും ആ കുട്ടിയെ ആ കഥ ശരിക്കും അതൊക്കെ ഞെട്ടലുണ്ടാക്കി. നമ്മുടെ നാട്ടിലെ ഭയങ്കരമായ രീതിയിൽ ലൈംഗിക അരാജകത്വം നിലനിൽക്കുന്നുണ്ട്. അത് ഒന്നാമത് നോക്കൂ, ഇപ്പൊ ഒരു 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ കുട്ടികൾക്ക് വരെ ഐപാഡും ഫോണും സ്മാർട്ട് ഫോണും ഒക്കെ ലഭ്യമാണ്. ഇവർ കാണുന്നത് ഏത് കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഇവർ കണ്ടുവരുമ്പോൾ ഇവർക്ക് ഇതൊക്കെ യൂഷ്വലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവർക്ക് ഇതൊരു പ്രശ്നമല്ല. ഇപ്പൊ നോക്കൂ, 8ാം ക്ലാസ്സുകാരി അമ്മയായി കഴിഞ്ഞു. 8ാം ക്ലാസ്സുകാരിയല്ലേ അമ്മയായത്? അതെ. ആ കുട്ടി അമ്മയായി. ഇവർക്ക് എന്തറിഞ്ഞിട്ടാണ്? 14 വയസ്സുകാരനെതിരെ പോക്സോ ജുവനൈൽ ഇതിലേക്ക് മാറ്റുകയാണ്. ഏതവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നു പോകുന്നത്? ഏതായാലും ഈ ചോറ്റാനിക്കരയിലെ കുട്ടികളെ സംബന്ധിച്ച് എനിക്ക് അതിൽ അടിവരയിട്ട് പറയാനുണ്ടായ ഒറ്റ കാര്യമേ ഉള്ളൂ. സദാചാര പോലീസ് അല്ലെങ്കിൽ സദാചാരവാദികൾ ഇടപെട്ടു എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഈ കുട്ടികൾ എടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം അത് മിസ്യൂസ് ചെയ്യപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. സദാചാരമല്ലെങ്കിലും ആണെങ്കിലും ആ വീട്ടുകാർ 20 പേരടങ്ങുന്ന ഒരു സംഘം പോലീസിൽ പേപ്പർ കൊടുത്തിട്ട് പോലീസ് ഇടപെട്ടില്ല എന്നുള്ളത് മറ്റൊരു വശം. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ പാഠ്യവിഷയത്തിൽ, പെൺകുട്ടികളുടെ പാഠ്യവിഷയത്തിൽ പാഠ്യവിഷയത്തിൽ ഇത്തരത്തിൽ അവരുടെ ഒരു പെണ്ണിന് പ്രതിരോധത്തിന് എന്തെല്ലാം വേണമെന്നുള്ളത് ഒന്ന് പഠിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. കാര്യം ഇത് നമ്മുടേതായ അഭിപ്രായമല്ല, സമൂഹത്തിൽ പലരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്നേ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അതോടുകൂടി തന്നെ ഞാൻ പറഞ്ഞതുകൂടി ഞാൻ ചേർത്ത് വെക്കുന്നത്, എനിക്ക് അതിൽ മാത്രമായിട്ട് ചേട്ടനോട് യോജിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഫോണുകൾക്കും എന്താ പറയുക സെർച്ച് എഞ്ചിനുകൾക്കും കാര്യങ്ങളും സംശയ ദൂരീകരണത്തിന് വിട്ടുകൊടുക്കാതെ അവരവരുടെ വീടുകളിൽ ആൺകുട്ടികൾക്ക് കൂടി കൃത്യമായ രീതിയിൽ ഒരു ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഒരു അവബോധം, നീ അവളോട് അങ്ങനെ ചെയ്യരുത്, അവൾ ഇന്നതാണ്, ഇന്ന കാര്യങ്ങളാണ്, ഇത് ഇന്ന കാര്യങ്ങൾ നമുക്ക് ഇന്ന പ്രായങ്ങളിൽ അച്ഛന് സമയം ഉണ്ടാക്കണം, അച്ഛൻ പറഞ്ഞു കൊടുക്കണം. ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആൺകുട്ടികളെ സംബന്ധിച്ചാകുമ്പോൾ ആൺകുട്ടികളുടെ ഇത്തരം ഒരു ഫ്രണ്ട്ലി ടോക്കിലെങ്കിലും അച്ഛനും മകനോട് മോനെ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് ചിലരെങ്കിലും പറയും. നമ്മളൊന്നും നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനെയാണ്. നമ്മുടെ ചെറുപ്പം എന്ന് പറയാൻ ഒന്നില്ല. കാരണം അത് ആ കാലഘട്ടമാണ്, ഇത് ഈ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾക്ക് മാത്രം എന്തിനാണ് മാറ്റം വരുത്തി ഒരു അറിവില്ലായ്മയുടെ വശമുണ്ട്. ഈ ലൈംഗിക പ്രശ്നങ്ങൾ എന്താണ്, ലൈംഗികത എന്താണ് ഇതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്, പലതും സംഭവിക്കുന്നുണ്ട്. അതാണ് 8ാം ക്ലാസ്സുകാരി കുട്ടിയുടെ കഥ പറഞ്ഞത്. 14കാരൻ പോയി കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്തിടയ്ക്ക് തൃശ്ശൂരിൽ കണ്ടില്ലേ, ആ തേക്കുംകട മൈതാനത്ത് ഒരു 8ാം ക്ലാസ്സുകാരന് ഒരാളെ കുത്തിയത്. അപ്പൊ അത്ര കണ്ട് ബസ്സിലൊരു കുട്ടി വട്ടിയൂർക്കാവില് തിരുവനന്തപുരത്ത്. ഏതായാലും നമ്മൾ ഈ വിഷയം തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതായത് ചോറ്റാനിക്കരയിലെ കുട്ടിക്ക് സംഭവിച്ചത് തീർത്തും വളരെ പൈശാചികമായിട്ട് താൻ വിശ്വസിച്ച ചെറുപ്പക്കാരൻ, അവന് മയക്കുമരുന്നിന് അടിമയായാലും അവനിനി പിന്നെ ക്രിമിനലായിരുന്നാലും ഒരു കുട്ടിയുടെ ജീവിതം പോയി, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് പോയത്, ജീവൻ പോയി. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭരണതലത്തിരിക്കുന്ന ഇപ്പം പോലീസ് ആയിരുന്നാലും ഭരണത്തിലിരിക്കുന്നവർ എന്തെങ്കിലും ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞത് ഉണ്ടായേ പറ്റൂ. കാര്യം ഇനിയും ഒരുപാട് തലമുറ, കാര്യം ഈ സൈബർ ബുള്ളിംഗ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് സഹിക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും നമുക്ക് ഈ വിഷയം ഇനിയുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും, നമുക്ക് തുടർന്നും നമുക്ക് സംസാരിക്കാം. താങ്ക് യു.